ഗുരുവായൂർ മഹാരാജ ജംഗ്ഷനിൽ ഡീസൽ കെണി. ഇരുചക്രവാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു. നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിലൊന്നായ മഹാരാജ ജംഗ്ഷനിൽ ബസ്സുകളിൽ നിന്ന് ഡീസൽ ചോരുന്നതാണ് ഇരുചക്രവാഹന യാത്രികർക്ക് ഭീഷണിയായിരിക്കുന്നത്. ദിവസവും രാവിലെ ഈ ഭാഗത്ത് നിരവധി ബൈക്കുകളാണ് തെന്നിമറിയുന്നത്. അധികൃതരുടെ ഭാഗത്തുനിന്നും അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ വലിയ ദുരന്തത്തിന് വഴിതെളിയിക്കുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. രാവിലെ സർവീസ് ആരംഭിക്കുമ്പോൾ ടാങ്കിൽ ഇന്ധനം നിറച്ചെത്തുന്ന ബസ്സുകളാണ് അപകടത്തിന് കാരണമാകുന്നത്. ടാങ്കുകൾക്ക് കൃത്യമായ അടപ്പുകളില്ലാത്തതും ഓവർഫ്ലോ സംവിധാനത്തിലെ തകരാറുകളും മൂലം ജംഗ്ഷനിലെ വളവ് തിരിയുമ്പോൾ ഡീസൽ റോഡിലേക്ക് തുളുമ്പി വീഴുകയാണ്. മഞ്ഞും മഴയുമുള്ള സമയങ്ങളിൽ റോഡിലെ ഈ ഇന്ധനാവശിഷ്ടം ടാറിനെ കൂടുതൽ വഴുക്കലുള്ളതാക്കുന്നു. ഇത് ജംഗ്ഷനിൽ വേഗത കുറച്ച് തിരിയുന്ന ഇരുചക്ര വാഹനങ്ങളെ തെന്നി വീഴാൻ ഇടയാക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 10-ലധികം അപകടങ്ങളാണ് നടന്നിട്ടുള്ളത്. വാഹന തിരക്കേറിയ ഇവിടെ ഇരുചക്രവാഹന യാത്രക്കാർ റോഡിലേക്ക് തെറിച്ചു വീഴുമ്പോൾ പലപ്പോഴും തലനാരിഴയ്ക്കാണ് മറ്റു വാഹനങ്ങൾ വന്നിടിക്കാതെ രക്ഷപ്പെടുന്നത്. റോഡിൽ ഡീസൽ വീണുകിടക്കുന്നത് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടത്തിന്റെ ആക്കം കൂട്ടുന്നത്. വീഴ്ചയിൽ പരിക്കേൽക്കുന്നതിനോടൊപ്പം വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഓരോ ദിവസവും ഇവിടെ വീഴുന്നവരുടെ എണ്ണം കൂടുകയാണ്. ബസ്സുകളുടെ അശ്രദ്ധയ്ക്ക് വില നൽകേണ്ടി വരുന്നത് സാധാരണക്കാരായ ബൈക്ക് യാത്രക്കാരാണ്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്ന് പരിസരവാസികൾ ആവശ്യപ്പെട്ടു. ഇന്നലെ വീണത് വേറെ വണ്ടിയാണ്. എന്നും വീഴുന്നുണ്ട്, വാഹനങ്ങൾ വീഴുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. വാഹനങ്ങൾ സ്ഥിരമായിട്ട് അവിടെ ഓവർ സ്പീഡിലാണ് വരുന്നതുകൊണ്ടാണ് ഡീസൽ ചോരുന്നത്. ചെരുവില് ഫുൾ ടാങ്ക് അടിച്ചു വരുമ്പോൾ ഓവർ സ്പീഡിൽ വരുമ്പോൾ പെട്ടെന്ന് വാഹനങ്ങൾ കയറി വരുമ്പോൾ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ ഡീസൽ ചോരുന്നത്. കറക്റ്റായിട്ട് ഡീസൽ ടാങ്ക് അടയ്ക്കുന്നില്ല. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഡീസൽ ടാങ്ക് ലോക്ക് ചെയ്യാതെ വരികയാണ് ചെയ്യുന്നത്. അത് പ്രത്യേകം അധികാരികൾ ശ്രദ്ധിക്കണം. അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അധികൃതർ പുലർത്തുന്ന മൗനത്തിൽ യാത്രക്കാർ കടുത്ത പ്രതിഷേധത്തിലാണ്. പോലീസും മോട്ടോർ വാഹന വകുപ്പും വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.